ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നും ഞാനൊരു വ്ളോഗാണ് ഇടാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കാണിക്കുന്നുണ്ട്. ഈ ലഞ്ചിന്റെ വീഡിയോ ഞാൻ നേരത്തെ ഒരു നോൺ വെജ് ലഞ്ച് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ എന്നോട് ഒന്ന് രണ്ട് പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. മീനു ജോബിയുടെ മകൾ എലൈന, അവൾക്ക് എക്സാം ആണ്. മിക്കവാറും ഈ എക്സാം ഒക്കെ തീർന്നു കാണും. കാരണം എന്നോട് പറഞ്ഞിട്ട് കുറേ നാളുകളായി, എനിക്ക് പറയാൻ പറ്റിയില്ല. പിന്നെ അഞ്ജന, പിന്നെ സ്വപ്ന അൻഷയുടെ മകൾ അഹന, ഇവർക്കെല്ലാവർക്കും ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. എക്സാം എഴുതുന്ന മോക്കാന്നേലും ഞാൻ അന്ന് തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ബിഗ് ഹായ് പറയുന്നു. എല്ലാവർക്കും ദൈവം നന്മകൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് വ്ലോഗിലോട്ട് കടക്കാം. രാവിലെ വെള്ളയപ്പം ഉണ്ടാക്കുന്നത്, അതായത് നമ്മൾ പാലപ്പം. അതിനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് അരി രാവിലെ വെള്ളത്തിൽ ഇട്ട് വെച്ചത്. അതിൻ്റെ അകത്ത് ഞാൻ 1 ടീസ്പൂൺ ഉലുവായുടെ ചേർത്തായിരുന്നു. 2.5 കപ്പ് അരിക്ക് ഞാൻ 1 കപ്പ് തേങ്ങ. ഇപ്പൊ 2 ട്രിപ്പായിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. ഇതൊരു 6-7 മണിക്കൂർ പച്ചരി വെള്ളത്തിൽ കൂത്തു വെച്ചതാ. ഇതിന്റെ കൂടെ ഞാൻ തേങ്ങ അരയ്ക്കുന്നു. പിന്നെ അടുത്ത ട്രിപ്പ് അരയ്ക്കുമ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് 1 കപ്പ് ചോറും 1 കപ്പ് വെള്ള അവലൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കട്ടെ. ഇതിപ്പോ ആദ്യത്തെ ട്രിപ്പ് ഞാൻ അരച്ചെടുത്തു. അത് ഞാനൊരു ചെറുത്തിലോട്ട് സ്റ്റീൽ പാത്രത്തിലോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കൂടെ ബാക്കിയുള്ള അരി, 1 കപ്പ് ചോറും 1 കപ്പ് വെള്ള അവൽ. ഇത് നന്നായി 1-2 പ്രാവശ്യം കഴുകി എടുത്തതാണ്. ഇതുകൂടെ നന്നായി ഒന്ന് അരച്ചെടുക്കട്ടെ. ഇതിലിപ്പോ ഈസ്റ്റ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടെ, ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിനെ അരച്ചെടുക്കാം. ഇപ്പൊ രണ്ടാമത്തെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് 7-8 മണിക്കൂർ കഴിഞ്ഞ് ഇത് ഉണ്ടാക്കാം. അപ്പത്തിന് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2 സവാള, 1 വലുത് 1 ചെറുതും, 1 ടൊമാറ്റോ, 2 പൊട്ടറ്റോ ചെറുത്, ഒരു 5 പച്ചമുളക്. ഇവിടെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളകിന്റെ എരിവ് ചേർക്കുന്നത്. അതിന് കൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കാം. ഈ സവാള ഞാൻ ചെറുതായിട്ടൊന്ന് അരിയട്ടെ. ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇവിടെ ഞാൻ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്, ടൊമാറ്റോയും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു, ഉരുളൻകിഴങ്ങും ഇങ്ങനെ ചെറിയതായിട്ട് സ്ക്വയറായിട്ട് അരിഞ്ഞു. കടായിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. എന്റെ കയ്യിലെ കറിവേപ്പില തീർന്നു പോയി. കറിവേപ്പില ആണെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ സമയം ചേർക്കണം. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ സവാളയും പച്ചമുളക് കീറിയതുകൂടെ ചേർത്ത് കൊടുക്കാം. ആ ഉരുളൻകിഴങ്ങും കൂടെ ഇതിനൊക്കെ സ്വല്പം ഉപ്പ് ചേർത്ത് ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ടൊമാറ്റോ ഇട്ട് നന്നായി അതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അടച്ചു വെക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വഴറ്റാം. കറിയിലേക്ക് ഞാനിവിടെ ഒരു 3/4 കപ്പ് തേങ്ങയും 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഉരുളൻകിഴങ്ങും എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. അവിടെ ഉടഞ്ഞിട്ട് ഇതിലോട്ട് നമുക്ക് അരച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്താലും അതനുസരിച്ച് ഇപ്പൊ ചേർക്കുക.
ഇതിലോട്ട് ഞാൻ വരഞ്ഞ് പുഴുങ്ങിയ മുട്ട ഞാൻ നൈഫ് കൊണ്ട് വരഞ്ഞിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് തിളക്കട്ടെ. നമ്മുടെ കറി ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ആക്കാൻ പോവാ. ഇപ്പം മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇവിടെ ഇപ്പൊ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടാവാനായിട്ട് വെച്ചേക്ക്. ചൂടായതിനു ശേഷം നമുക്ക് മാവ് ഊരി ഒഴിക്കാം. ചട്ടി ചൂടായി. ഇനി അതിലോട്ട് തീ ഒന്ന് കുറച്ചതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടത് അടച്ചതിന് ശേഷം അത് വേവട്ടെ. ഇതിപ്പം അപ്പം വെന്തിട്ടുണ്ട്. ഞാനിങ്ങനെ എടുക്കുക. മൊരിയണ്ടിയവർക്ക് കുറച്ചുകൂടെ കട്ടി കുറച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് വേവിക്കാം. അന്നേരം അടിയൊക്കെ നല്ല സൈഡൊക്കെ നല്ല ബ്രൗൺ കളറിൽ മൊരി. ഇതിപ്പോ ഞാൻ ഇച്ചിരി നേരം ഒന്ന് മൊരിച്ചതാ. രണ്ട് അടിവശമൊക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ വേണ്ടിയോട്ട് അങ്ങനെ എടുക്കാം. എല്ലാം ഞാൻ ഒന്ന് ചുട്ടെടുക്കട്ടെ. ആദ്യം ഉണ്ടാക്കിയതണ്ട ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. മറ്റേ ഇച്ചിരി ക്രിസ്പി ആയിട്ടും ഇരിക്കും. ഇതിപ്പോ ഞാനിങ്ങനെ പാനിന്റെ അകത്ത് ഉണ്ടാക്കിയതാ. അങ്ങനെ ഉണ്ടാക്കിയാലും നന്നായിട്ട് വരും. ഇനി ഞാനൊരു പൂവപ്പം ഉണ്ടാക്കി കാണിക്കാം. ഇച്ചിരി മുന്നോട്ടാക്കണം, ഇച്ചിരി പുറകോട്ടാക്കണം, പിന്നെ ഇച്ചിരി സൈഡിലോട്ട്. പിന്നെ എവിടെ സ്പേസ് എന്നുള്ളത് വെച്ചാ ഇതിന്റെ ഇടയ്ക്ക് ഇച്ചിരി സ്പേസ് ഇല്ലേ, അങ്ങോട്ട്. നല്ല ഫ്ലവറായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് എടുക്കാം. നേരത്തെ ഞാൻ ഒരു പൂവപ്പത്തിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. പിള്ളേരെയൊക്കെ കഴിക്കാത്ത പിള്ളേർക്ക് ഇങ്ങനെ ഫ്ലവറൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അതൊരു രസമായിട്ട് തോന്നും. ഇവിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി. ഞാനിതിപ്പം പാലപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയത്. ഇത് ഞാൻ പറഞ്ഞില്ലേ പാനിന്റെ അകത്ത് ഉണ്ടാക്കിയത്. ഇത് ഫ്ലവറപ്പം. ഇനി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. ഇന്ന് പ്രൈസമ്മോനെ ഞാൻ സ്കൂളിൽ വിട്ടില്ല. അവന് ഇച്ചിരി സുഖമില്ല, കഫും കോൾഡും ഒക്കെയാ. അവന് തന്നെ കഴിച്ചോളാന്ന് പറഞ്ഞ് ഇന്നിരിക്കുക. അവൻ തന്നെ കഴിക്കും. പോൾമോൻ 10 മണിയാകുമ്പോഴത്തേനിങ്ങി വരും. അതുകൊണ്ട് അവനും വന്നിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിനാ ഞാൻ ആക്ഷൻ കാണിക്കുന്നത്. അവന് ഇഷ്ടമല്ല വീഡിയോയിൽ വരുന്നത്. ചിലപ്പോൾ മൂടനുസരിച്ച് ഇരിക്കും. ഇതിപ്പോൾ ആഹാരമൊക്കെ കഴിച്ച് അവന് എനിക്ക് ഒത്തിരി ടെൻഷൻ ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ. കാരണം കുഞ്ഞിലേ അവന് ഒത്തിരി പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അവൻ എന്തോലും വരുന്നുണ്ടേ എനിക്കങ്ങ് വിഷമമാണ്. ഇടയ്ക്കിടയ്ക്ക് അവനിങ്ങനെ വരും. ഇതിപ്പോൾ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവന് ചുമ കൂടിയതുകൊണ്ട് ഞാൻ ഇച്ചിരി നെബുലൈസേഷൻ വീട്ടിൽ കൊടുക്കുക. നമുക്കിങ്ങനെ ഒരു മെഷീൻ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഹോസ്പിറ്റലിൽ പോകണ്ട. അതിൻ്റെ അകത്ത് ഒഴിക്കാൻ മരുന്ന് നമുക്ക് ഡോക്ടറെ കണ്ടിട്ടൊരു മരുന്ന് കണ്ടാൽ ചെസ്റ്റിലെ കഫം എങ്ങാനും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കോളൂ. ഇവന് പിടിക്കുന്നതിന് കുഴപ്പമില്ല. ഇവൻ കുഞ്ഞിലേ ഇത് പിടിച്ചോളും. പക്ഷേ പോൾമോനാണെങ്കിൽ ഒത്തിരി പേടിയായിരുന്നു. അവൻ ഈ പ്രായത്തിലൊക്കെ അവൻ കരയും പിടിക്കാനായിട്ട്. ഇവനൊരു പേടിയില്ല. ഇവൻ
ആക്ഷൻ കാണിക്കും ഇങ്ങനെ പിടിക്കണമെന്നുള്ളത്. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരു മെഷീൻ പോൾമോൻ ഈ പ്രായം ഉള്ളപ്പോഴേ ഞാൻ വാങ്ങിച്ച മെഷീനായത്. ഇതിങ്ങനെ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും പിടിക്കും ഇങ്ങനെ ചുമയുള്ളപ്പോൾ. ഭയങ്കര ചുമയാണ് കൊച്ചിന്. പിള്ളേർക്ക് എന്തെങ്കിലും വന്നാൽ പിന്നെ നമുക്ക് അങ്ങ് ടെൻഷൻ. ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഈ ലഞ്ചിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി നോൺ വെജിന്റെ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ചിക്കനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായി ഉപ്പിട്ട് കഴുകിയതിന് ശേഷം ഞാനതൊന്ന് മാരിനേറ്റ് ചെയ്യുക. അതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് അടച്ചു വെച്ചിട്ട് പിന്നെ കുറച്ച് സവാളയും ടൊമാറ്റോയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ചോപ്പർ ഞാൻ ഇവിടെ ഒരു ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒത്തിരി പേര് എന്നോട് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. ഇത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഈ ഉള്ളിയെല്ലാം ചോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഓയിൽ കടായിലോട്ട് ഒഴിച്ചതിന് ശേഷം ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുത്തത് അത് നമുക്ക് ആദ്യം ഒന്ന് വഴറ്റിയതിന് ശേഷം ആ ഉള്ളി നമുക്ക് അതിലോട്ടിട്ട് നന്നായി വഴറ്റാം. ഉള്ളി വഴയാനായിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ടൊമാറ്റോ ചേർക്കാം. ഈ ടൊമാറ്റോയും നന്നായി മെൽറ്റ് ആവണം. അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ അതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ നന്നായി അതിനുള്ള വെള്ളമൊക്കെ ഇറങ്ങി അതൊന്ന് സോഫ്റ്റ് ആവും. പിന്നെ നമുക്ക് ഇതിലോട്ട് മസാലകളാണ് ചേർക്കേണ്ടത്. ബാക്കിയുള്ള മസാലകളും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർക്കണം. ഇതിന്റെ പച്ചമണം ഒന്ന് മാറിയതിനു ശേഷം നമുക്ക് ഇതിലോട്ട് ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് നന്നായി ഇളക്കണം. ചിക്കനിൽ അധികം ഇതിൽ വെള്ളം ഒഴിക്കണ്ട. നമുക്ക് വേണമെങ്കിൽ ആ പാത്രം ഒന്ന് കഴുകി അതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. അത്രയും മതി. ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോൾ ആ ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ ഓൾറെഡി അങ്ങ് ഇറങ്ങിക്കോളും. ഇടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ കുറച്ച് ഉപ്പേ ആദ്യം ചേർത്തുള്ളൂ. വീണ്ടും കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഞാൻ പറഞ്ഞില്ലേ ആ പാത്രം കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പൊ നല്ല ചിക്കനിൽ നിന്ന് നല്ല വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ചിക്കൻ വെന്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. ഞാൻ ഇതിന് കടുക് വറക്കുന്നുണ്ട്. എന്നോട് കുറെ പേര് ചോദിക്കും ചിക്കന് കടുക് വറക്കുമെന്ന്. പക്ഷേ ഈ കടുക് ചിക്കൻ ഒന്ന് വറുത്ത് നിങ്ങൾ ഇട്ട് നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. കടുക് വറുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില ഇട്ട് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളിയാണ് നല്ലത്. സവാള ചേർത്ത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി പയറും ഓമയ്ക്കയും കൂടി ഇട്ട കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ചെയ്യുന്ന രീതി, ഞാൻ ഈ ഓമയ്ക്കയും പയറൂടെ ഞാനൊന്ന് വേവിക്കും. 2 വിസിലെങ്ങാനും വന്നാൽ മതി. അതിനുശേഷം ഞാൻ അന്ന് തണുത്തതിന് ശേഷം ഞാനിത് മിക്സിയിൽ അരച്ചെടുക്കുക. കാരണം അത് പീസായിട്ട് കിടക്കുമ്പോൾ പിള്ളേർക്ക് അത്ര താല്പര്യമില്ല. അരപ്പിനായിട്ട് അത് വെന്ത് കഴിയുമ്പോൾ ഞാൻ അരപ്പിനായിട്ട് കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളക് കൂടെ ചേർത്ത് നന്നായി അരയ്ക്കും. എന്നിട്ട് ഈ അരപ്പിലോട്ട് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുക ചെയ്യുന്നത്. ഇതിപ്പം തണുത്തതിന് ശേഷം ഞാൻ അരച്ചെടുത്തതാ. അതിനുശേഷം അരക്കൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പം ഞാൻ ഇതിൽ കടുക് വറുത്ത് ഇടുക ചെയ്യുന്നത്. ഇതിവിടെ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കൊക്കെ. പിന്നെ ലാസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് താളിക്കുകയാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. പിന്നെ അത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള ഒരു കറിയാണ്. എന്നാൽ ഇവിടെ വളരെ ടേസ്റ്റിയായ ഒരു കറിയാണിത്. തോരൻ ബീട്രൂട്ടും ക്യാരറ്റും ഇട്ടതാ. അതിൽ ഞാനൊരു 3 മീഡിയം സൈസിലെ ബീട്രൂട്ടും 2 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 1.5 മുറി സവാളയും 3 പച്ചമുളകും. കാരണം ഇതിനൊരു ഇച്ചിരി മധുരം ഇല്ലേ, അതുകൊണ്ട് പച്ചമുളക് കൂടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ചേർക്കാം. നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ച് കടുകിട്ടതിന് ശേഷം ഈ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം പകുതി വാടുമ്പം തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ ഇതിലോട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ചേർക്കാം. നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ പാത്രങ്ങളുണ്ട് കഴുകാൻ. ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഇനി ബാക്കിയുള്ളതുണ്ട്. അന്നേരം കഴുകി വെക്കുമ്പോൾ ഇത്രയും കൂടത്തില്ല. എല്ലാവരും ഒത്തിരി കൂടിയതിനായിരുന്നു. ഈ പാത്രങ്ങൾ കൂടുന്നതാണ് ഈ പ്രോബ്ലം. കുക്കിംഗ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് ചെയ്യാം. ഈ പാത്രങ്ങളുടെ കഴിവൊക്കെ സഹിക്കാൻ പറ്റാത്തത്. ഞാനിനി ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ കാണണം. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിൽ കൂടി പറയാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.
ഇങ്ങനെ ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.